നമ്മളൊരു വീട്ടിൽ കാർ പോർച്ച് പണിയുമ്പോഴത്തേക്ക് നമ്മൾ കാർ കൃത്യമായി അതിനകത്ത് കയറി കിടക്കും. പക്ഷേ ചിലപ്പോൾ ഡോറ് തുറക്കുമ്പോൾ അത് ഒന്നെങ്കിൽ തൂണിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ മുട്ടത്തക്ക വിധത്തിലായിരിക്കും അതിൻ്റെ ഡിസൈൻ വരിക. ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോൾ അളവുകൾ ശരിയല്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാമാണ് ഒരു കാർ പോർച്ചിൻ്റെ അളവുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു കാർ പോർച്ച് പണിയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് തരം വണ്ടികളാണ് അതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്നാലും നമ്മൾ ചിലപ്പോൾ ആദ്യം വാങ്ങുന്നത് ചെറിയ വണ്ടിയാണെങ്കിലും പിന്നീട് നമ്മളൊരു വലിയ വണ്ടി വാങ്ങിയാലും അത് ഈ പോർച്ചിനകത്ത് കയറി കിടക്കത്തക്ക വിധത്തിൽ വേണം നമ്മുടെ വീടിൻ്റെ ഡിസൈനുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവുകളെ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് അളവുകളിലൊക്കെ ആയിരിക്കണം നമ്മളുടെ വീടിൻ്റെ ഒരു കാർ പോർച്ചിൻ്റെ നിർമ്മാണം എന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കണ്ടുവേണം ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു വണ്ടി കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോറ് തുറക്കത്തക്ക വിധത്തിൽ അതിൻ്റെ തൂണുകളുടെ അറേഞ്ച്മെൻറ്റും അത്ര കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വണ്ടി നമുക്ക് അതിനകത്ത് കയറ്റി ഇട്ടതിന് ശേഷം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ബാക്കി കാര്യങ്ങൾക്കും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിനകത്തേക്ക് നമ്മുടെ കാർ പോർച്ചിനുള്ളിലേക്ക് കയറ്റിയിടുന്ന കാറിൻ്റെ ഡിക്കി തുറക്കുന്ന കണ്ടീഷനിൽ നമുക്ക് സംഭവിക്കുന്നൊരു കുഴപ്പം. ഡിക്കി തുറക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡിക്കി തുറക്കാനുള്ളൊരു ഗ്യാപ്പും നമുക്ക് നിൽക്കാനുള്ളൊരു ഗ്യാപ്പും കൂടെ അവിടെ ഉണ്ടാകത്തക്ക വിധത്തിൽ അതിൻ്റെ ലെങ്തിനെ അറേഞ്ച് ചെയ്യണം എന്നതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വീട്ടിലെ കാർ പോർച്ചിനുള്ളിലേക്ക് ഒരു കാർ കയറ്റിയിടുന്നത് അത് ഫോർവേഡ് ആയിട്ടാണോ അതോ റിവേഴ്സ് ആയിട്ടാണോ എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റിവേഴ്സിലാണ് കയറി കിടക്കുന്നതെങ്കിൽ നമ്മുടെ കാറിൻ്റെ പുറകു ഭാഗത്ത് ഡിക്കി തുറക്കാനുള്ള ഗ്യാപ്പും കൂടി നമ്മൾ കണ്ടിരിക്കണം. ഇതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഭാഗത്തും നമ്മളുടെ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെയിലടിക്കുകയോ നനയുകയോ ചെയ്യാത്ത വിധത്തിൽ കുറച്ച് ഫ്രണ്ടിലേക്കും കൂടി നമ്മൾ കവർ ചെയ്ത് വേണം കാർ പോർച്ച് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീളം എത്രയായിരിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു വീട്ടിൽ വാങ്ങുന്ന വണ്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെഡാൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഗൺ എന്ന് പറയുന്ന മോഡലിലുള്ളതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ SUV ആയിരിക്കാം. ഇതേതാണെങ്കിൽ പോലും നമുക്കതിനകത്ത് കയറി കിടക്കത്തക്ക വിധത്തിൽ ഏറ്റവും മാക്സിമം വലിയ വണ്ടിയുടെ സൈസിലേക്ക് നമ്മൾ കാർ പോർച്ചിനെ ഡിസൈൻ ചെയ്യുക. അതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ഫീറ്റിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് കാർ ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് നമ്മളൊരു കാർ പോർച്ച് പണിയുന്നതെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നതാണ് അത് വലിയ വലിപ്പമുള്ള കാർ പോർച്ചൊന്നും വേണ്ട, ചെറിയ കാർ പോർച്ച് മതി എന്ന് പറയും. ഈ ചെറിയ കാർ പോർച്ച് മതി എന്ന് പറയുന്ന ആൾക്കാർ പിന്നീടൊരു കാറ് വാങ്ങിക്കഴിയുമ്പോൾ ഈ കാർ പോർച്ചിൻ്റെ അകത്ത് കാറ് ചിലപ്പോൾ കയറി കിടക്കുകയായിരിക്കും, പക്ഷേ പല പ്രശ്നങ്ങളും നമ്മൾ അതിനകത്ത് അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു വലിയ കാറ് നമ്മൾ സാധാരണ കയറ്റിയിടുന്ന ഒരു കാർ പോർച്ചിന് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് 5 മീറ്റർ മുതൽ 5.5 മീറ്റർ വരെയാണ്. എന്നാൽ വണ്ടിയുടെ നീളം ഒരു 4.30 4.50 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലൊരു വണ്ടി വന്ന് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിക്കിയും ഫ്രണ്ടിലുള്ള ഈ പറയുന്ന ബോണറ്റും തമ്മിലുള്ള ഗ്യാപ്പുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നീളം കൂട്ടുക എന്നതാണ് നമുക്ക് വലിയൊരു കാറ് കയറി കിടക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരിക. എന്നാൽ വീതിയെ സംബന്ധിച്ച് വരുന്നത് ഒരു കാറിൻ്റെ നമുക്കറിയാവുന്ന ഒരു വീതി എന്ന് പറയുന്നത് മാക്സിമം വരാവുന്നത് 2 മീറ്റർ ആയിരിക്കാം. പക്ഷേ നമുക്ക് 2 മീറ്ററും കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന 2 ഡോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാനുള്ള ഗ്യാപ്പും കൂടി കണക്കാക്കിയാൽ ഏകദേശം ഡോറിന് ഒരു 90 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1 മീറ്ററോ ഉള്ളൊരു ഡോറാണെങ്കിൽ അത് ആവറേജ് തുറക്കാൻ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് നമ്മൾ ഓരോ മീറ്റർ കൂടെ അഡീഷണലായിട്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് മാക്സിമം ഡോറിനും കൂടെ തുറന്ന് കാർ പോർച്ചിനകത്തൊരു കാറ് കിടക്കത്തക്ക അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെയാണ് പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാർ പോർച്ചിൻ്റേത്. നമ്മൾ കാർ കയറ്റി ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു സൈഡിലെ ഡോറിൻ്റെ സൈഡിലായിട്ടായിരിക്കും കാറിൻ പോർച്ചിൻ്റെ തൂണുകൾ വരിക. അപ്പോൾ കാർ പോർച്ചിൻ്റെ തൂണ് ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് പൂർണ്ണമായിട്ടും തുറക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ കാർ പോർച്ചിൻ്റെ ഡിസൈനുകളിനകത്ത് പല സ്ഥലങ്ങളിലും കണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കാറ് കയറ്റിയിടാനുള്ള പൊസിഷനും കൂടെ കണക്കാക്കിയതിന് ശേഷം അത് റിവേഴ്സിലാണോ ഫോർവേഡിലാണോ കയറ്റിയിടാനുള്ളതും കൂടെ കണക്കാക്കിയതിന് ശേഷം വേണം ഈ പറയുന്ന തൂണുകളുടെ പില്ലേഴ്സിൻ്റെയൊക്കെ ഡിസൈൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു പ്രധാന കാര്യമാണ് കാർ പോർച്ചിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെറിയ പൊക്കം കുറഞ്ഞ വണ്ടികളൊക്കെ ആയിരിക്കും ആദ്യം ഉപയോഗിക്കുന്നതെങ്കിലും പിന്നീട് കുറച്ച് പൊക്കം കൂടിയ ഹൈറ്റ് കൂടിയ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കാർ പോർച്ചിനകത്തേക്ക് കാറ് കയറ്റുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. ചിലപ്പോൾ കാറിൻ്റെ മുകളിലായിട്ടൊരു ആൻറ്റീന ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കാറ് കമ്പനിക്കാർ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള കണ്ടീഷനിൽ കാറിൻ്റെ ആൻറ്റീന പോയിട്ട് ടോപ്പിൽ തട്ടുന്ന കണ്ടീഷൻ ഉണ്ടാവും. ഹൈറ്റ് കൂട്ടാതിരിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് കൂട്ടാതെ വെച്ച് കഴിഞ്ഞാൽ പോലും ആ ഒരു ബുദ്ധിമുട്ട്
ചിലപ്പം സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ പോർച്ചിൻ്റെ ഹൈറ്റ് മിനിമത്തിൽ നിർത്തണം. നമ്മുടെ മിനിമം പൊക്കം ഉണ്ടായിരിക്കണം. ഒരു വലിയ കാറ് കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് മാക്സിമം ഹൈറ്റുള്ള കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോർച്യൂണർ പോലെയുള്ള കാറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർച്യൂണറിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് സാധാരണ കാറിനേക്കാളും കൂടുതലാണ്. ആ കണ്ടീഷൻ വരുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ലെയറിൽ പോയി തട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മിനിമം പൊക്കം വെച്ച് കൊടുക്കണം. അപ്പോൾ മിനിമം പൊക്കം സാധാരണ കാറുകളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 മീറ്റർ 50 സെൻറ്റിമീറ്റർ വരെയൊക്കെ നമ്മൾ പൊക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുകളിലിരിക്കുന്ന ആൻറ്റിനെ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ 2 മീറ്റർ 50 സെൻറ്റിമീറ്റർ മുതൽ 2 മീറ്റർ 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വണ്ടി പോലും അതിനകത്ത് സുഖമായിട്ട് കയറി കിടക്കാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് കാർ പോർച്ചിനകത്ത് ചിലപ്പോൾ സൈക്കിളോ അതുപോലെ തന്നെ ഒരു 2 വീലറോ ഒക്കെ വെക്കേണ്ടി വരും. ആ കണ്ടീഷനിലൂടെ സ്ഥലം കൂടെ നമ്മൾ കണ്ടിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ പോർച്ച് പൂർണ്ണമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ കണ്ടീഷൻ കൂടി കണക്കാക്കി നമ്മൾ കാർ പോർച്ചിൻ്റെ സൈസ് നമ്മൾ കൃത്യമായി ഡിസൈൻ ചെയ്ത് വേണം വീടിൻ്റെ ഭംഗി ഒട്ടും പോകാതെ തന്നെ കാർ പോർച്ചിനെ നിലനിർത്താനായിട്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായിട്ട് ചേർന്ന് കാർ പോർച്ചുകൾ കുറവാണ്. അത് മാറ്റിയാണ് ചെയ്യുന്നത്, വീടിൽ നിന്ന് മാറ്റി ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പലരും ചെയ്യുന്നത് ആർച്ച് മോഡലുള്ള കാർ പോർച്ച് അല്ലെങ്കിൽ സിംഗിൾ സൈഡ് പില്ലറുള്ള കാർ പോർച്ച്, ഇങ്ങനെയുള്ള പല ഡിസൈനുകളിൽ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പ്രധാന പ്രശ്നങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് ഒരു ചരിഞ്ഞ രീതിയിൽ വെയിലടിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് കാറുകൾ നനയുന്ന ഒരു കണ്ടീഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെയും വലിപ്പത്തിൽ നമ്മൾ കൃത്യമായ ഒരു അളവിൻ്റെ കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം വേണം അതുപോലുള്ള കാർ പോർച്ചുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകളെ തീരുമാനിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു പ്രധാന കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിലല്ലാതെ പുറം രാജ്യങ്ങളിലൊക്കെ കാറ് കയറ്റി ഇട്ട് കഴിഞ്ഞ് ഒരു ഷട്ടർ ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കും സാധാരണഗതിയിൽ കാർ പോർച്ചുകൾ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, വെയിലടിക്കുകയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെയൊക്കെ മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിനകത്തേക്ക് കൂടെ മഞ്ഞ് കയറി വരാതിരിക്കാൻ വേണ്ടി റോളിംഗ് ഷട്ടർ എന്ന് പറയുന്ന ഷട്ടറൊക്കെ ഉപയോഗിച്ച് ഷട്ടർ ചെയ്തിട്ടാണ് അവർ കാർ പോർച്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്യാരേജ് എന്നാണ് അതിനവർ പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷനുകളും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫോറിൻ രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പോർച്ചുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കാണിക്കേണ്ട ഒരു മിനിമം സൈസ് അല്ലെങ്കിൽ അതിൻ്റെ മിനിമം സിസ്റ്റം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.